നമ്മുടെ മലയാള സിനിമയുടെ ഒരു അവസ്ഥയെ നമ്മുടെ മലയാളികളുടെ ഒരു കഷ്ടപ്പാടൊന്ന് ആലോചിച്ച് നോക്ക്. ഒരു നല്ല സിനിമ കാണാനായിട്ടില്ല എന്നുള്ളതാണ്. ഇന്നിപ്പോൾ ഒരു സിനിമയുണ്ട് എന്ന് വിചാരിച്ച് ഓടിച്ചെന്നു. പടത്തിൻ്റെ പേരാണ് സംഭവം. എൻ്റെ പൊന്നെ, ഇതിൻ്റെ കഥ എഴുതിയുള്ള ആ മനുഷ്യനൊന്ന് കണ്ടു കിട്ടിയ ഇതിൻ്റെ കഥ ഒന്ന് ചോദിച്ചറിയായിരുന്നു. അന്തം വിട്ടവൻ കുന്തം കൈപിടിച്ച് നിൽക്കുക എന്ന് പറഞ്ഞ പോലെ നമ്മളിങ്ങനെ വായും പൊളിച്ച് കണ്ണും തുറപ്പിച്ച് 150-200 രൂപ ചിലവ് ചെയ്ത് സ്ക്രീനിലേക്ക് നോക്കിയിരിക്കുക. അവരെന്തൊക്കെ എന്തൊക്കെ ഇവരെ ഓരോ കാര്യങ്ങൾ ഇവർ കാണിക്കുന്ന കൂട്ടുന്ന അങ്കക്കെട്ടുകൾ, ഇവർ കാണിച്ച കൂട്ടുന്ന തോന്നിയാസങ്ങൾ, ഇതൊക്കെ കണ്ട് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ തലയിൽ നമ്മുടെ മുടി പോലും ഏറ്റും തുടങ്ങി ഇവരെ ഈ സിനിമ കണ്ടിട്ട്. ഇതിനു മുമ്പ് തന്നെ ഒരു സിനിമ വന്നിട്ടുണ്ടായിരുന്നു, എക്കോ എന്ന് പറഞ്ഞിട്ടുള്ളത്. പാലും തുമ്പും ഇല്ല, കഥയും ഇല്ലാത്തൊരു സാധനം. അതിനേക്കാളും പിഴ സിനിമ എന്ന് പറയില്ലേ, തീട്ട സിനിമ എന്ന് പറയില്ലേ, അതാണിത്. ഒരു കാടും അവിടെ ഒരു കാക്കര രൂപം, 30 കൊല്ലം മുമ്പുള്ള ഒരു കഥയും, 30 കൊല്ലം മുമ്പ് അവിടെ ഒരു കുന്നാൾക്കാർ മരിച്ചിട്ടുണ്ട്, റിപ്പീറ്റേഷൻ സീൻസുകളുടെ ബഹളം, പിന്നെ ഒരു ചിലവുമില്ല, ആർക്കും കോസ്റ്റ്യൂമും വേണ്ട, മേക്കപ്പും വേണ്ട, ഒരു കാടിൻ്റെ സെറ്റും ഇട്ടിട്ടുണ്ട്. ഇത് വെച്ചിട്ടാണ് സിനിമ ഇത് തള്ളി നമ്മുടെ മെക്കട്ടിക്ക് തരുന്നത്. ഇതുകൊണ്ട് തന്നെയാണ് തിയേറ്ററിൽ ആളില്ലാത്തത്. കാരണം എന്താണ്, ഇതുപോലെയുള്ള സിനിമകൾ എടുത്ത് പടച്ച് വിട്ട് ഇതൊക്കെ കണ്ടു കഴിഞ്ഞാൽ പ്രേക്ഷകർ ഈ സിനിമ കൊട്ടായി എന്ന് കാണുമ്പോൾ പേടിക്കും. ഇപ്പോൾ ഒക്കെ നടക്കാത്ത സംഭവങ്ങളാണ് സിനിമാക്കാർ മുഴുവൻ സിനിമയാക്കുന്നത്. കംപ്ലീറ്റ് പ്രേതങ്ങളാണ്. ഇത് 30 കൊല്ലം മുമ്പ് ഒരു കാട്ടിൽ മുഴുവൻ പ്രേതങ്ങൾ, കാണുന്നവർ മുഴുവൻ പ്രേതങ്ങൾ. ഇനിയിപ്പോൾ നമ്മുടെ അടുത്ത് പ്രേതങ്ങളാണോ ഇരിക്കുന്നത് അറിയാനായിട്ട് അപ്പുറത്ത് പുറത്ത് നോക്കിയപ്പോൾ ആകെ 10 ആളുള്ള സിനിമയിൽ അവരവിടെ ഇവിടെയൊക്കെ ഇരിക്കുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് നമ്മുടെ അടുത്തുള്ള ഒരു പ്രേതങ്ങളല്ല എന്ന് നമുക്ക് വിശ്വസിക്കാം. അപ്പോൾ ഈ സംഭവം സിനിമ കാണാനായിട്ട് എൻ്റെ പൊന്നു മക്കളെ, നിങ്ങൾ ആ പടം കളിക്കുന്ന തിയേറ്ററിൻ്റെ അടുത്തുകൂടെ പോലും നോക്കരുത്. അത് നോക്കി കഴിഞ്ഞാൽ നമുക്ക് ചിലപ്പോൾ പടത്തിൽ കയറാൻ തോന്നും. കയറി കഴിഞ്ഞാൽ ആ കാശ് പോവും. നിങ്ങൾ ആ കാശിന് വല്ല മസാല ദോശ മേടിച്ച് തിന്നുക, മുട്ട മേടിച്ച് പുഴുങ്ങി തിന്നുക, എൻ്റെയോ കാശ് പോയി. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ ഇങ്ങനെ നല്ല നല്ല കാര്യങ്ങളൊക്കെ ചെയ്യുക. ഇതുപോലെയുള്ള കൂതറ സിനിമ എടുക്കുന്ന അതൊക്കെ നമ്മൾ പരിഷ്കരിക്കുക. നല്ല സിനിമേനെ മാത്രം നമ്മൾ മാറോട് അണച്ച് പിടിച്ച് അത് 50 ദിവസം 100 ദിവസം ഓടിക്കുക. ഇതുപോലെയുള്ള തട്ടുപൊളിപ്പം പടങ്ങൾ, ഇതുപോലെ ആൾക്കാർ ഓമ്പിക്കുന്ന പടങ്ങൾ വരുമ്പോൾ നമ്മൾ അവിടെ നിന്ന് മാറി നിൽക്കുക. നമുക്ക് വേണ്ട, ഈ സിനിമ നമുക്ക് ആവശ്യമില്ല എന്ന് പറഞ്ഞ പോലെ ഒഴിഞ്ഞു നിൽക്കുക. അമ്മാതിരി ഒരു കൂതറ സിനിമയാണ് ഇതിൻ്റെ 2ാം ഭാഗം വരുന്നുണ്ടെന്ന് പറഞ്ഞു, ചാപ്റ്റർ 2. അപ്പോൾ എൻ്റെ പൊന്നു മക്കളെ, ഫസ്റ്റ് തന്നെ കണ്ടിരിക്കാനായിട്ട് നമുക്ക് നമ്മുടെ മനസ്സ് സഹിച്ചില്ല. പിന്നെ പുറത്ത് നല്ല ചൂടാണല്ലോ എന്ന് വിചാരിച്ച് പുറത്തേക്ക് ഇറങ്ങാണ്ടിരുന്നു. അപ്പോൾ ഇതിൻ്റെ 2ാം ഭാഗം കൂടി വന്നു കഴിഞ്ഞാൽ എന്താവും സ്ഥിതി എന്ന് എനിക്കൊരു എത്തും പെടുത്തില്ല. സിനിമ